മന്ത്രമോതിയിടുവാൻ പെണ്ണെ മടിയെന്തിനാ കൽബ് തന്നിടുവാൻ നാണമിനി വേഗം ഇങ്ങോട്ട് പോന്നോളിട്ടോ, നിങ്ങളെ മക്കളെയും കുട്ടി പോന്നോളിട്ടോ. ഇവിടെ എല്ലാത്തിനും പരിഹാരമുണ്ട്. പരിഹാരമല്ല, പലഹാരം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ആളെ മനസ്സിലായില്ലേ? ഇതാണ് മൂരാച്ചി, അല്ല മൂരാരി. ഈ തന്ത്രിൻ്റെ അടുത്തേ ഒരുപാട് മന്ത്രവും തന്ത്രമൊക്കെ ഉണ്ടെന്നാ പറയണേട്ട്. അപ്പൊ ഈ മൂരാരി എന്ത് കാട്ടി? ഒരു തന്ത്രണ്ട് കാട്ടി. അതിപ്പോ എന്തിലെത്തി നിൽക്കണമെന്നറിയോ? പീഡനത്തില്. അതൊന്നും കണ്ടോക്കും മൂരാരിന്റെ വികൃതികള്. പുത്തൂരിൽ ബാധ ഒഴിപ്പിക്കാനെത്തിയ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ ഒരു ജോത്സ്യനെതിരെ പോക്സോ കേസ് വന്നിരിക്കുന്നു. വെണ്ടാർ സ്വദേശി മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവിനെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. അതാ ഇപ്പൊ എന്താ ഈ കേക്കണ്? ബാധ ഒഴിപ്പിക്കാൻ വന്ന 16-കാരനെ പീഡിപ്പിച്ചു എന്നോ? എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാ. അയാൾ ഈ തലയാട്ടിയിട്ടുള്ള റീൽസും പിന്നെ കുപ്പായിടാതെ അമ്മിഞ്ഞാട്ടിയിട്ടുള്ള നടത്തവും ഇതൊക്കെ പാടെ കണ്ടപ്പോ എന്തിലെങ്കിലും ഇയാൾ കുടുങ്ങുന്നു നമുക്ക് ഉറപ്പാ. ഇപ്പൊ എന്തായി? മൂരാരി തന്ത്രി ഇല്ലേ, ഒരുമാതിരി ഒരു തന്ത്രിയായി പോയി. ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്നറിയോ? ഒടുക്കത്തെ ആത്മവിശ്വാസകരം. ഞാൻ കള്ളനാണ്, ഇന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം. പിന്നെ അതുമല്ല, പൊതുവേദികളിലൊക്കെ വന്നിട്ടേ തള്ളി മറിച്ചേക്കരം. ഞാൻ ചുട്ട കോഴിനെ പറപ്പിക്കും, ചുടാത്ത കോഴിനെ ചുട്ടു തിന്നും. അങ്ങനെ ഒടുക്കത്തെ തള്ള്. അതൊന്നും കണ്ടോക്കി. അതായത് വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിലെ ദേവിയുടെ തിരുവാഭരണ മോഷണം പോയി 2002-ൽ. 2003-ൽ ഞാൻ അവിടെ ദേവപ്രശ്നം വെച്ചേ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇന്ന ആളാണ് അതെടുത്തത്. മാഷേ തിരുവാഭരണം കൊണ്ടുപോയ ആളിനെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. 22 ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു എന്നെ മലത്തിയടിക്കാൻ. 24 ജ്യോത്സ്യന്മാരോ മലത്തിയടിക്കാനോ? അപ്പൊ എന്താ അത് ഗുസ്തിയ? ഭാഗ്യത്തിന് തന്നെ ഒന്നും നാട്ടുകാരെ കൈ കിട്ടാത്തത്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ മലത്തിയടിച്ചിട്ടുണ്ടാവും. ഒടുക്കത്തെ തള്ളാണിതേ. പിന്നെ ഇയാളില്ലേ 2022-ലേ എവിടെ ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കായിരുന്നു. എന്നിട്ടാ പറയണേ 2022-ൽ 22 ജ്യോത്സ്യന്മാര് മലത്തി അടിച്ചു, കൗത്തി അടിച്ചു എന്നൊക്കെ. ഒരമ്പലത്തിൽ പൂജാരിന്റെ ഒപ്പം മണി അടിക്കാൻ കുറച്ചു കാലം നിന്നുക്കണു. എന്നിട്ട് അവിടുന്ന് 1-2 മന്ത്രമൊക്കെ പഠിച്ച് കേട്ട് വന്നിരുന്നിട്ടാണ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ തള്ളണത്. എന്നിട്ട് അതൊക്കെ കേട്ടിട്ട് ബാധ ഒഴിപ്പിക്കാനാന്ന് പറഞ്ഞിട്ടേ അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് പോണ അന്ധവിശ്വാസികളെത്താണ് എനിക്ക് പറയാനുള്ളത്. ഈ നൂറ്റാണ്ടിലും ഭൂതവും പ്രേതൊക്കെ എവിടെ? നമ്മൾ പണ്ട് കുറെ കഥകളൊക്കെ കേട്ടിക്കണു, നീലി യക്ഷിയായിട്ടുള്ള കഥയൊക്കെ. ഇന്നുള്ള കാലത്തെ യക്ഷികൾക്കും കൂടിയും പുറത്തിറങ്ങാൻ പേടിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ യക്ഷികളെയും കൂടി വെറുതെ ഓടിച്ചിട്ടൊക്കെ പീഡിപ്പിക്കണം. അതിനാലപ്പോൾ യക്ഷികൾക്കും കൂടിയും പേടിയാ. അങ്ങനെയുള്ള കാലഘട്ടത്തിലേ എങ്ങനെ അവനവൻ്റെ മക്കളൊക്കെ എമ്മാരി വീരന്മാരത്തേക്കൊക്കെ ഒറ്റക്ക് വിടണേ? ഒരവസരം കിട്ടിയ തെണ്ടിത്തരം കാട്ടാൻ പറ്റിയ ഒരുപാട് അപരാധികളുണ്ട് ഇപ്പൊ കേരളത്തിൽ. അതിപ്പോ എല്ലാ മതത്തിലും ഉണ്ട് ഇങ്ങനെ കുറെ എണ്ണം. എന്തായാലും അധികം വൈകാതെ തന്നെ മറ്റാളെ കയ്യോടെ പൊക്കിക്കണു. അതൊന്നും കണ്ടോക്കി. അയ്യയ്യോ, ഒരു തന്ത്രിയുടെ അവസ്ഥ ഒന്ന് നോക്കി. ഇയാൾക്ക് ഇത്രക്ക് ശക്തിയൊക്കെ ഉണ്ടെങ്കിലേ ജീംബൂബ എന്ന് പറഞ്ഞിട്ടേ അവിടുന്ന് മാഞ്ഞു പോയിക്കൂടെ? ചിലപ്പോ മന്ത്രം വലിച്ചിട്ടുണ്ടാവില്ല പഴയമാരിയെ. അതാകാരം ഓരോരോ ഉടായ്പകളുണ്ട് ഇറങ്ങിക്കോളും. എന്നിട്ട് അത് കണ്ടിട്ട് പിന്നാലെ പോകാൻ കുറെ മണ്ടന്മാരും. ഇവന്റെ പരാക്രമം കൊണ്ടേ ആ കുട്ടി ഒച്ചട്ടിയും കൊണ്ട് എല്ലാവരും അറിഞ്ഞു. അല്ലെങ്കിലോ ഇങ്ങനെ എത്ര പെൺകുട്ടികളെ ഇമാതിരി ഉടായ്പകളെ ഇപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയൂ. അവനവൻ്റെ മക്കൾക്ക് വല്ല മാനസികപരമായിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എന്നിട്ട് നിങ്ങളൊക്കെ ഏതിലെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിലേ അവിടെ പോയിട്ടൊന്നിരുന്ന് പ്രാർത്ഥിക്കുക. അമ്പലോ പള്ളിയോ ചർച്ചോ എവിടെയാണെങ്കിലും. അപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും. അത്രേ ഉള്ളൂ ഇതിനൊക്കെ ചെയ്യാൻ. അല്ലാതെ ബാധ ഒഴിപ്പിക്കാനാന്ന് പറഞ്ഞിട്ടേ മക്കളെ ഇട്ട് കൊടുക്കുകയാണ്. എന്നാ പീഡിപ്പിച്ചോളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ബലൊക്കെ വെറുതെ ഇരിക്കുമോ ഇമാതിരി ഉടായ്പകളൊക്കെ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കാൻ ആളുണ്ടല്ലോ. സമ്മതിച്ചുകൊണ്ടോ? എന്തായാലും എന്തിനു പറയണു? നിങ്ങൾക്കൊരു JCB ദൈവത്തിനെ കാട്ടിത്തരാം. അതൊന്നും കണ്ടോക്കി. എന്താ അവൻ്റെ കയ്യില് കുന്തോ? അതെങ്ങാനും ആരുടെയും കണ്ണ് കുത്തിയാലേ പടച്ചോനെ അനുഗ്രഹമായിട്ട് തന്നിട്ടുള്ള അനുഗ്രഹം പോവും. അതിനെങ്ങനെ? കണ്ണ് പൊട്ടിയാലും വേണ്ടില്ല, വരം കിട്ടിയാൽ മതി. എന്തൊക്കെയാണ് കൊടുക്കണത് നോക്കിയാണ്. പൈസയും തുണിയും മണിയും എന്തൊക്കെയാ കൊടുക്കണമെന്ന് ഓൽക്ക് തന്നെ അറിയണില്ല. എന്തിനു പറയണു? അവനവൻ്റെ സാമാനം കൊടുക്കാൻ പറ്റിയെങ്കിൽ അതും കൊടുത്തിട്ടുണ്ടാവും. അമ്മാരി ഭക്തിയല്ലേ ഇമ്മാരി JCB ദൈവത്തിൻ്റെ ഒക്കെ. ഇതിപ്പോൾ വേറെ ഏതോ സ്ഥലത്താണ്. ബേജാറാകണ്ട, വൈകാതെ കേരളത്തിൽ ഇത് വരും. ഇമാതിരി ഉടായ്പളല്ലേ. ഈ മുരാരി എന്ന് പറയുന്ന തന്ത്രിന്റെ വീടിന്റെ അകത്തളത്തേക്കാണ് ആ കുട്ടീനെ ഒറ്റക്ക് പറഞ്ഞയച്ചിരിക്കണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ആ കുട്ടിക്കല്ല ബാധ കയറിയിരിക്കണത്, അതിന്റെ മാതാപിതാക്കൾക്കാണ്.
അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും ഇത്രക്കും വിവരം കിട്ട പരിപാടിക്ക് ആരെങ്കിലും നിൽക്കുമോ? എവിടേക്കാണ് നമ്മളെ കാലത്തിൻ്റെ പോക്ക്? ഇത്രയും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വളർന്നിട്ടാണ് ഇപ്പോൾ ഈ കാണിക്കണത്. അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിലേ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടേ അതിനുള്ള ചികിത്സ എടുക്കണം. ഇത് ഈ മുരാരിനെയൊക്കെ കാണിച്ചിട്ട് എന്താ കാര്യം? ഇവരൊക്കെ എന്തൊക്കെ ഉടായ്പകൾ കാണിച്ചിട്ടും കാര്യമില്ല. ഇവരൊക്കെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതിറ്റകൾക്കൊന്നും ഓടാനും ചാടാനും ഒന്നിനും വയ്ക്കൂലേ. വെറുതെ ഇരുന്ന് തിന്നല്ലേ ജനങ്ങളെയും പറ്റിച്ചിട്ട്. പിന്നെ ഇവർക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഒരു ഗ്രന്ഥത്തിലില്ലാത്ത കുറേ മന്ത്രങ്ങൾ ജബ കുബ കബ എന്നൊക്കെ പറഞ്ഞിട്ടേ വന്ന ആൾക്കാരുടെ മുഖത്തേക്ക് 2 പൊടിയൊക്കെ ഇടും. അതിനാല് ഐറ്റകൾക്ക് കണ്ണും കാണൂല, ഉള്ള പൈസയും കൊടുത്തിട്ട് ഒറ്റ ഓട്ടാക്കാരം. അതുകൊണ്ട് എന്താവും, ശരീരവും മനസ്സും ശുദ്ധിയായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓൽക്കാണ് ഇതൊക്കെ പ്രശ്നമായിട്ട് വരിക. എന്തായാലും നമ്മൾ മൂരാരിക്കേ നല്ല 8ന്റെ പണി കിട്ടിയിരിക്കണു. അയാൾ എന്തൊക്കെയോ പുതിയ കഥകളൊക്കെ പറയുന്നുണ്ട്. സത്യം എന്തായാലും പോലീസ് തെളിയിക്കട്ടെ. അങ്ങനെ വൃത്തിയായിട്ടൊരു പരിപാടി ചെയ്തിക്കണമെന്നുണ്ടെങ്കിലേ അതിന് തക്കതായ ശിക്ഷ ഇട്ടട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കൊണ്ടു. അപ്പം എന്തായാലും ഇമാതിരി കഴുകന്മാരുടെ മുന്നിലേ അവനവൻ്റെ മക്കളെ കൊണ്ട് ഇട്ട് കൊടുക്കരുതേ. അവർക്ക് നമ്മളെയും കൊണ്ട് പരമാവധി കഴിയണമാതിരിയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ബാക്കിയൊക്കെ പടച്ചോ നോക്കിക്കോളും. അല്ലാതെ മൂരാരി കീരാരി എന്നൊക്കെ പറഞ്ഞിട്ടേ ഇങ്ങനെയുള്ള ആൾക്കാരത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതാക്കാരവസ്ഥ. അപ്പം അതുകൊണ്ട് പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക. ഇമാതിരി മൂരാച്ചികളൊക്കെ ഉള്ള സ്ഥലമാണിത്. ആ പേര് കേട്ടാൽ തന്നെ അറിയില്ലേ എന്തൊക്കെ ഉടായ്പകളുണ്ടെന്ന്. എന്താ ചെയ്യുക, കലികാലം അല്ലാതെ എന്താ പറയല്ലേ. അപ്പം എന്തായാലും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.